സിനിമ ഡയറക്ടർ എന്നല്ല, ഏതൊരു മേഖലയിലായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല പ്രൊഡക്റ്റുകൾ ഡെലിവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ, ആ സംവിധായകൻ തീർച്ചയായിട്ടും പഴി കേൾക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ നമ്മൾ മിഥുൻ മാനുവൽ തോമസ് എന്ന ഒരാളുടെ ഒരു ചിത്രം കാണാൻ പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഞ്ചാം പാതിരയായിരിക്കും. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ആട് 1, ആട് 2 എന്നീ സിനിമകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അഞ്ചാം പാതിര കൊടുത്ത മലയാളി പ്രേക്ഷകർക്ക്, സിനിമ ആസ്വാദകർക്ക് കൊടുത്ത ആ ഒരു പഞ്ച്, ആ ഒരു എഫക്റ്റ് വേറൊരു ചിത്രത്തിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് വേറൊരു ചിത്രത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരിക്കലും ഒരു സിനിമ ആസ്വാദനം എന്ന നിലയിൽ മുൻപത്തെ ചിത്രങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിച്ചു പോവുക തന്നെ ചെയ്യും. അപ്പോൾ അത്ര വലിയൊരു ഗംഭീര പ്രതീക്ഷയോടുകൂടിയാണ് മിഥുൻ മാനുവൽ തോമസ് ചിത്രമായ ഓസ്ലറിന് പോയത്. അതുമാത്രമല്ല, അതിൽ ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു മലയാള പ്രേക്ഷകരുടെ മുന്നിലേക്ക്. അദ്ദേഹം കുറേ നാളായിട്ട് ഈ ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ്, ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ഗരുഡൻ എന്ന സിനിമയിലൂടെ, അതും മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിത്രത്തിലൂടെ വലിയൊരു തിരിച്ചുവരവൊക്കെ നടത്തിയ ഒരു സാഹചര്യത്തിൽ ഇനി ജയറാം കൂടി ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, നല്ലൊരു ചിത്രം ഡെലിവർ ചെയ്തിരുന്നെങ്കിൽ പ്രേക്ഷകർക്ക് അതൊരു ഗംഭീര ട്രീറ്റ് തന്നെ ആകുമായിരുന്നു. പക്ഷേ സിനിമ വലിയൊരു വിജയം പോയിട്ട് നമുക്ക് പ്രേക്ഷകരെ ഒരു ആവറേജ് ഫീൽ പോലും കൊടുക്കാത്ത ഒരു ഫ്ലാറ്റായി പോയിട്ടുള്ള ഒരു സംഭവമായി മാറിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ തിരക്കഥയിൽ എവിടെ നമുക്കൊരു അപ്പ് ആൻഡ് ഡൗൺസോ ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ്സോ ഒന്നും സമ്മാനിക്കാൻ പറ്റാത്ത ഒരു അത്രയും ഫ്ലാറ്റായിട്ടുള്ള ഒരു ചത്ത സ്ക്രിപ്റ്റ്. പിന്നെ അതിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുക, അല്പം എൻഗേജിങ് ആയിട്ട് നമ്മളൊരു ത്രില്ലടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു സർപ്രൈസ് തന്ന സംഭവം എന്ന് പറയുന്നത് അത് മമ്മൂക്കയെ കാണിച്ചപ്പോൾ തന്നെയാണ്. ഇത്രയും നാൾ അതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നത് ഓസ്ലർ സിനിമയിൽ മമ്മൂട്ടി ഇല്ല. മമ്മൂക്ക ആ സെറ്റിലൊക്കെ ഉള്ള പിക്ചേഴ്സ്, ഇമേജസൊക്കെ പുറത്ത് വന്നിരുന്നു. അപ്പോഴും പറഞ്ഞിരുന്നത് അതൊരു കാഷ്വൽ വിസിറ്റായിരുന്നു, അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല. ജയറാമിൻ്റെ ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞത് ഞാൻ ഇത്രയും നാൾ അവിടെ ഷൂട്ടിംഗ് നടന്നപ്പോൾ ഞാൻ മമ്മൂക്കയെ കണ്ടിട്ടില്ല എന്നൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിലും പക്ഷേ ഏറെക്കുറെ ഉറപ്പായിരുന്നു നമുക്ക് സിനിമയിൽ മമ്മൂക്ക ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. മാത്രമല്ല, സിനിമ തിയേറ്ററിലേക്ക് എത്തിയ ഉടനെ തന്നെ മമ്മൂക്കയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഓസ്ലറിൻ്റെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് മമ്മൂക്ക ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. എന്നിട്ട് പോലും നമുക്ക് മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രോ സീനിൽ ഭയങ്കര കയ്യടിയും കാര്യങ്ങളും നമുക്കൊരു ഒരു സ്പെഷ്യൽ ബൂസ്റ്റ് തന്നെ കിട്ടുന്ന ഒരു മൊമെൻ്റായിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻറ്റം പിന്നീട് അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ സിനിമയുടെ തിരക്കഥയ്ക്കോ സംവിധായകനോ സാധിച്ചില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. ഞാനൊക്കെ പ്രതീക്ഷിച്ച് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സീനിൽ ഒരു നിസ്സാരമായിട്ട് എന്തെങ്കിലും കാണിച്ച് ഒരു സിനിമയുടെ മൊത്തത്തിൽ ഒരു വേറെ ലെവലിലേക്ക് കടത്തി വിടുന്നൊക്കെയാണ്. അതായത് ഇപ്പോൾ ജയിലറിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ സീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടലി ഒരു 5 മിനിറ്റ് പോലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ ആ സാധനം കേരള പ്രേക്ഷകർക്ക് കൊടുത്ത ആ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ വേണ്ട ആ സിനിമ കണ്ട ആർക്കായാലും ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര വലുതാണ്. ചെറിയ സ്പേസ് ഉള്ളൂ, പക്ഷെ അത് വലിയൊരു സംഭവം ഡെലിവർ ചെയ്യാൻ ആ ചെറിയ ആ ഒരു ക്യാമിയയിലൂടെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ മമ്മൂക്ക വന്ന് മമ്മൂക്കയുടെ ആ ഒരു സീൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഞാൻ വിചാരിച്ച അതോടുകൂടി സിനിമ തീർന്നു, ഇനി എന്തെങ്കിലും ചെറിയൊരു ആക്ഷനോ ട്വിസ്റ്റോ എന്തെങ്കിലുമൊക്കെ വന്ന് പടം തീർന്നു എന്ന് വിചാരിക്കും. പക്ഷേ പിന്നീടും അത് അങ്ങോട്ട് ഒരുപാട് വലിച്ചു നീട്ടി കഥ നമ്മളെ ലാഗടിപ്പിച്ച് ആ ഒരു ക്യാമിയ മാറി മമ്മൂക്കയും ജയറാമും സിനിമയിൽ ഒരേപോലെ ഉള്ള ഒരു ഫീലാണ് നമുക്ക് ലഭിച്ചത്. ജയറാമിൻ്റെ ലൈഫിലെ ഒരു ട്രാജഡിയോടുകൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. അതൊരല്പം പഴയ കാലമാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ഡിപ്രഷനിലും കാര്യങ്ങളിലൊക്കെയാണ് ജയറാം എന്ന കഥാപാത്രം ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കും ജയറാമിനെ ഈ സിനിമയിൽ മിഥുൻ മാനുവൽ പരിഗണിച്ചത്. കാരണം സിമിലർ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഓൾറെഡി മമ്മൂക്കയായാലും മോഹൻലാലാണെന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ ബിയുടെ വില്ലൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂക്കയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രേറ്റ് ഫാദറിലായാലും അല്ലെങ്കിൽ അബ്രാമിൻ്റെ സന്ധികളിലായാലും അങ്ങനെ ആ ഒരു സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ വേറെ പല ചിത്രങ്ങളിലും ആ ഒരു ട്രാജഡി ഫേസ് ചെയ്ത ഒരു ക്യാരക്ടറായിട്ട് നമ്മളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റോഷാക്കിൽ പോലും നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു ഫ്രഷ് ലുക്കിന് വേണ്ടിയായിരിക്കും ജയറാമിനെ കാസ്റ്റ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ജയറാമിനെ ട്രാജഡിക്ക് ശേഷം പോലീസ് സർവീസിലുണ്ട്. പിന്നീട് നടക്കുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലിങ്ങാണ് ജയറാം പിന്നെ അന്വേഷിക്കുന്നത്. പക്ഷേ ആ സീരിയൽ കില്ലർ നമ്മൾ ഒരുപാട് മുൻപത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എന്താ പറയുക, നമുക്കതിൽ കുറേ ലോജിക്കൊക്കെ മിസ്സിങ് ആയിട്ടുള്ള പലതും ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ
നമ്മൾ സിനിമ എക്സ്പീരിയൻസിലൂടെ അതിനെയൊക്കെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്താണ് നമ്മളുടെ മുന്നിലേക്ക് എത്താറ് ഒരുപാട് സിനിമകൾ. പക്ഷേ ഈ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് എന്തിനാണ് ഈ ഒരു സീരിയൽ കില്ലർ ഒരു പോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ കാർഡ് ഓരോ ഡെഡ് ബോഡിയുടെ അടുത്ത് വെച്ച് സീരിയൽ കില്ലർ തന്നെ എന്നെ പിടിക്കൂ എന്ന് നിർബന്ധ ബുദ്ധിയാൽ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതായത് സ്ഥിരം പഴയ അതേ സീരിയൽ കില്ലിംഗ് പാറ്റേൺ തന്നെയാണ് ഈ സിനിമയിൽ നമുക്ക് റിപ്പീറ്റായിട്ട് കാണാൻ സാധിക്കുന്നത്. പുതിയൊരു എലമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഈ സിനിമയുടെ പൊതുവെ ഒരു ഇൻ്റർവെൽ സീനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പഞ്ച് കിട്ടുന്ന സീക്വൻസൊക്കെ വെച്ചായിരിക്കും ആ ഇൻ്റർവെല്ലിൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. പക്ഷേ ഇതിലെന്ന് പറയുന്നത് എങ്ങനെ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഇൻ്റർവെൽ സീനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് വൺ ഓഫ് ദ വില്ലൻസ് നേരെ പോലീസിൻ്റെ കയ്യിലേക്ക് കയറി കൊടുക്കണം. പക്ഷെ അതിലൊക്കെ ഒരു കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും നേരെ പോലീസിൻ്റെ കയ്യിലേക്ക് ചാടി കൊടുക്കണം. എന്നിട്ട് അവനെ പിടിക്കുന്നിടത്താണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത്. ആ സീൻ പോലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരു ഇൻ്റർവെല്ലായിട്ട് വെക്കാൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു വീഡിയോ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ പോസ് ചെയ്ത് അവിടെ ഇടവേള എന്ന് കാണിച്ചു തരുന്ന എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക് മൊത്തത്തിൽ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഡയറക്ഷൻ വൈസ് ആയാലും നമുക്ക് ഒരു അഞ്ചാം പാതിരയിൽ കണ്ട പോലെയുള്ള ഒരു ക്ലിനിക്കൽ പെർഫെക്ഷനൊന്നും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരാൾ തല ഇറങ്ങി വീഴുന്ന ഒരു സീനുണ്ട്, അല്ലെങ്കിൽ ഫെയിൻ്റായി വീഴുന്ന ഒരു സീനുണ്ട്. ആ സീനിലൊക്കെ അദ്ദേഹം വീണപടി എല്ലാവരും ആ റെസ്റ്റോറൻറ്റിൽ എല്ലാവരും ഒരേ സമയം പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. അപ്പോൾ അതായത് എല്ലാവരും അയാളെ ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു. അയാളിപ്പോൾ വീഴുമെന്നറിയാം, അതുകൊണ്ട് എണീറ്റ പോലെ സ്വിച്ച് ഇട്ട പോലെയാണ് ആ റെസ്റ്റോറൻറ്റിൽ എല്ലാവരും എണീക്കുന്നത്. അങ്ങനെ ഒരുപാട് അത്തരം ചെറിയ ചെറിയ പാളിച്ചകൾ നമുക്ക് പലയിടത്തും ഈ സിനിമയിൽ മുളച്ച് നിൽക്കുന്നത് കാണാനും സാധിക്കും. ഇതിൽ മമ്മൂക്കയായാലും ജയറാമായാലും ജഗദീഷ് ആയാലും ഒരുപാട് പേര് അങ്ങനെ വളരെ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം സിനിമയെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവരിലൊക്കെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കഥ കാണിക്കുമ്പോഴും അതിനേക്കാൾ ഒരല്പം കൂടി മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് എനിക്ക് അനുഭവപ്പെട്ടത് ഇവരുടെ പാസ്റ്റ് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ, അല്ലെങ്കിൽ ഇവർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയുള്ള സംഭവ വികാസങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഡോക്ടേഴ്സായിട്ട് മെഡിക്കൽ കോളേജിൽ. പക്ഷെ ആ സമയത്ത് ആ ടൈമിൽ ഇവരുടെ ചെറുപ്പമായിട്ട് അഭിനയിച്ച ആ പിള്ളേർ എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂക്കയുടെ ചെറുപ്പകാലമായാലും ഇപ്പോൾ ജഗദീഷിൻ്റെ ചെറുപ്പകാലമായാലും എല്ലാവരുടെയും ആ ഒരു ചെറുപ്പകാലം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഇത് അവരുടെ ഒരു ചെറുപ്പകാലം തന്നെയാണെന്ന്. അതൊരു മനോഹരമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് തന്നെയാണ് ആ പയ്യന്മാരുടെ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ ആ ഫ്ലാഷ് ബാക്കിൽ അനശ്വര രാജനും ഉണ്ട്. അനശ്വര രാജനൊക്കെ ഭയങ്കര എന്താ പറയുക, ഇതുവരെ കാണാത്ത ഒരു പുതിയ ഫ്രഷ് മുഖമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നല്ല ഭംഗിയും നല്ല അഭിനയവും. നേര് എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നല്ലൊരു കാലിബറുള്ള നടിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് സീനിൽ മമ്മൂക്കയുടെ തന്നെ ക്ലാസ് സോങ്ങായ ക്ലാസിക്കായ പൂമാനമേ ഈ സിനിമയിൽ വീണ്ടും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്സാണ്. ഈ സിനിമയിൽ അതിൻ്റെ ഒരു പുതിയ വേർഷൻ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊക്കെ സിനിമയുടെ തിയേറ്റർ റണ്ണിനെ എത്രത്തോളം ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ എബ്രഹാം ഓസ്ലർ എന്ന ജയറാം മിഥുൻ മാനുവൽ തോമസ് ചിത്രത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 6.5 ഔട്ട് ഓഫ് 10. അപ്പോൾ ഒരു സീരിയൽ കില്ലിങ് സിനിമകളൊക്കെ കാണണം, അല്ലെങ്കിൽ ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവ് കാണണം, ഒരു മിഥുൻ മാനുവൽ തോമസ് ചിത്രം കാണണം, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് കാണണം എന്നൊക്കെ താല്പര്യമുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു തവണ സിനിമ പോയി കാണാവുന്നതാണ്. വലിയൊരു എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ പോയിരുന്ന് കണ്ടാൽ ചിലപ്പോൾ ഒരു ആവറേജ് ഫീൽ കിട്ടിയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ താർക്കാല്ലേ. ബൈ.